ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെറുപഴം, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ്, പിന്നെ തേന്, നെയ്യ്, ഇത് മാത്രം മതി. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. നമ്മൾ ഈ ചെറുപ്പഴത്തിനെ നേന്ത്രപ്പഴം നമ്മൾ പഴം പൊരിക്കാൻ വേണ്ടി കട്ട് ചെയ്യണ പോലെ 3 പീസാക്കിയിട്ട് നല്ല സ്ലൈഡായിട്ട് മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ മുറിച്ച് കൊടുത്ത പഴങ്ങളെ നമ്മളെടുത്തിട്ട് ഒരു കവർ എടുക്കുക. ആ കവറിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിനെ കവറിൻ്റെ മേലൊന്ന് കൈ കൊണ്ടൊന്ന് പതിച്ചൊന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പഴം ഒന്ന് ബ്ലിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് എളുപ്പം നമുക്ക് നട്ട്സൊക്കെ വെച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്കിഷ്ടപ്പെട്ട പിസ്തയോ അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് സ്നാക്സും, അതുപോലെ മുന്തിരിയോ എന്ത് നമ്മൾ വീട്ടിലുണ്ടോ അതൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൽ ആഡ് ചെയ്ത് വെച്ച് അമർത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ നന്നായിട്ട് നെയ്യ് തൂവി കൊടുക്കണം കേട്ടോ. ഈ നെയ്യ് ഉണ്ടല്ലോ 2 സൈഡിൽ നന്നായിട്ട് തൂവണം കേട്ടോ. ഞാനിത് ഹെയർ ഫ്രയറിലാണ് വെക്കണത്. ഇനി അതില്ലാത്തവരുണ്ടെങ്കിൽ അത് നമ്മൾ പാനിൽ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് നെയ്യൊക്കെ തട്ടി തൂക്കി കൊടുത്തിട്ട് വേണം. അങ്ങനെ അതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഹെയർ ഫ്രയറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് അതിൻ്റെ മേലെ നന്നായിട്ട് തേന്, അതായത് നമുക്ക് മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം മതി. ഇങ്ങനെ ടേസ്റ്റൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ അതിൻ്റെ മേലെ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓക്കെ, താങ്ക് യു.